ഞങ്ങളുടെ നാട്ടിൽ ചക്കക്കുരു ഇടിച്ച് എന്ന് പറയുന്ന ഒരു ഐറ്റമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചക്കക്കുരു കൊണ്ടുള്ള ഒരു ലഡു എന്ന് വേണമെങ്കിൽ പറയാം. ചക്കക്കുരും ശർക്കരയും തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണിത്. ഞങ്ങൾ ചെറുപ്പകാലത്ത് ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ വരുന്നൊരു ഐറ്റമാണിത്. പലർക്കും ഇത് കാണുന്ന വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലാവും. കാരണം അവർക്ക് ഒരു നൊസ്റ്റു അടിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പം ആ ഒരു ഗ്രഹാതുരത്വം വരുന്ന ഒരു പലഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണ്. സൂപ്പർ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പലഹാരമായിരുന്നു. ഈ ചക്ക സീസണായി കഴിഞ്ഞാൽ ചക്കക്കുരു എടുത്ത് വെച്ചിട്ട് ഉണക്കി വറുത്തിടിക്കും. എന്നിട്ട് നമ്മൾ ഒരു ലഡു പോലെ ആക്കി കഴിക്കും. ഇപ്പം വളരെ റയറായിട്ടേ കാണാറുള്ളൂ. പണ്ടൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയായിരുന്നു. എല്ലാ വീട്ടിലും ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ ഈ കോഴിക്കോട് ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് കൊടുവള്ളി കുന്നമംഗലം ആ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പലഹാരമായിരുന്നു. കാരണം നമുക്ക് വേറെ പൈസ ചിലവൊന്നും വരുന്നൊരു കേസല്ല. ചക്ക എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, ചക്കക്കുരു ഉണ്ടാവും. ആ ചക്കക്കുരു വെച്ചിട്ട് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും കൂട്ട ഇടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു വെറൈറ്റി വീഡിയോ കാണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങനൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ വെച്ചത്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് വേവ് ഒന്ന് നോക്കാം. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് തീ മാറ്റാം. ഇനി കുറച്ച് നേരം ചൂടൊന്ന് ആറട്ടെ. നമ്മൾ കുറച്ച് നേരം ഒന്ന് ചൂട് ആറാൻ വേണ്ടി വെച്ചു. 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ. ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. ഒരുപാട് ചൂടാണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടിക്കാൻ പ്രയാസമായിരിക്കും, പൊടിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ആക്കാൻ വരും. തൊലി പൊളിക്കാൻ സിമ്പിളാണ്. ഇതാണിപ്പോൾ ഒരു ചക്കൂര് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് തൊലി പൊളിക്കാം. അപ്പം നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ചിരകണം. പിന്നെ കുറച്ച് ശർക്കര. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ് തുടങ്ങാം. ഓക്കെ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത റൗണ്ട് കൂടെ പൊടിക്കാം. നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് അടിക്കാം. കുറച്ച് പൊടിയും കൂടെ ഇതിൻ്റെ മേലിടാം. ഓക്കെ, കുറച്ച് കൂടെ ഇടാം. ഇനി നമുക്ക് ചെറുക്കി വെച്ച തേങ്ങയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ചക്കക്കുരു ഇടിച്ചത്, ശർക്കര, തേങ്ങ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്താൽ പരിപാടി കഴിഞ്ഞു. മിക്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലഡുവിൻ്റെ സൈസിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ നമുക്കിത് വേണമെങ്കിൽ പരമാവധി ഒരു ദിവസം വരെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ പൊതുവേ നമുക്ക് അങ്ങനെ പിറ്റേന്നേക്ക് വെച്ചിട്ട് കഴിക്കാൻ കിട്ടാറില്ല. ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ പ്ലേറ്റ് കാലിയാവാറാണ് പതിവ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണ്. സൂപ്പർ.